ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിവസം 63. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 28 വെളിപാട് 9 നാം ഇന്ന് വായിക്കുന്നത്. പൗലോസ്ലീഹായുടെ റോമിലെ തടസ്സമില്ലാത്ത സുവിശേഷ പ്രഘോഷണവും ലോകത്തിന്റെ പാവങ്ങൾക്കുള്ള ശിക്ഷയായി 5 കാഹളങ്ങൾ മുഴങ്ങുന്ന ഭീതിജനകമായ ദർശനങ്ങളും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 28. മാൾട്ടയിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് മാൾട്ട എന്നു പേരുള്ള ദ്വീപാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായ ദയ കാണിച്ചു. അപ്രതീക്ഷിതമായുണ്ടായ മഴ നിമിത്തവും തണുപ്പ് നിമിത്തവും അവർ തീ കൂട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു. പൗലോസ് കുറെ ചുള്ളിക്കമ്പുകൾ പെറുക്കിക്കൂട്ടി തീയിലിട്ടു. അപ്പോൾ ഒരു അണലി ചൂടേറ്റ് പുറത്തു ചാടി അവന്റെ കയ്യിൽ ചുറ്റി. പാമ്പ് അവന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യൻ ഒരു കൊലപാതകയാണ്. അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല. അവൻ ആ ജീവിയെ തീയിലേക്ക് കുടഞ്ഞിട്ടു. അവന് അപകടമൊന്നും സംഭവിച്ചില്ല. അവൻ നീര് വന്ന് വീർക്കുകയോ പെട്ടെന്ന് മരിച്ചു വീഴുകയോ ചെയ്യുമെന്ന് അവർ കരുതി. ഏറെ നേരം കാത്തിരുന്നിട്ടും അവന് അപകടമൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ മനം മാറ്റി. അവനൊരു ദേവനാണെന്ന് പറഞ്ഞു. ആ സ്ഥലത്തിനടുത്ത് ദ്വീപിന്റെ പ്രമാണിയായ പോപ്പുളിയോസിന് കുറെ ഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ സ്വീകരിച്ച് 3 ദിവസം താല്പര്യപൂർവ്വം സൽക്കരിച്ചു. പോപ്പുളിയോസിന്റെ പിതാവ് പനിയും അതിസാരവും പിടിപെട്ട് കിടപ്പിലായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈകൾ വച്ച് അവനെ സുഖപ്പെടുത്തി. ഇത് സംഭവിച്ചപ്പോൾ ദ്വീപിലുണ്ടായിരുന്ന മറ്റു രോഗബാധിതരും അവന്റെ അടുക്കൽ വരികയും സുഖപ്പെടുകയും ചെയ്തു. അവർ ഞങ്ങളോട് വളരെയേറെ ബഹുമാനം കാണിച്ചു. ഞങ്ങൾ കപ്പൽ യാത്രക്കിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൊണ്ടുവന്നു തന്നു. റോമായിൽ 3 മാസത്തിനു ശേഷം ആ ദ്വീപിൽ ശീതകാലത്ത് നങ്കൂരമിട്ടുന്നതും ദിയോസ് കുറോയുടെ ചിഹ്നമുള്ളതുമായ ഒരു അലക്സാണ്ട്രിയൻ കപ്പൽ കയറി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ സിറക്കൂസിലിറങ്ങി 3 ദിവസം താമസിച്ചു. അവിടെ നിന്നും തീരം ചുറ്റി റെഗിയോണിൽ വന്നു. 1 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തെക്കൻ കാറ്റ് വീശുകയാൽ 2 ദിവസം ഞങ്ങൾ പൊത്തിയോളസിലെത്തി. അവിടെ ഞങ്ങൾ സഹോദരരെ കണ്ടു. തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചു. അങ്ങനെ ഞങ്ങൾ റോമായിൽ എത്തിച്ചേർന്നു. അവിടെയുള്ള സഹോദരർ ഞങ്ങളെക്കുറിച്ച് കേട്ടതറിഞ്ഞ് ഞങ്ങളെ സ്വീകരിക്കാൻ ആപ്പിയൂസ് ഫോറവും ത്രിമണ്ഡവും വരെ വന്നു. അവനെ കണ്ടപ്പോൾ പൗലോസ് ദൈവത്തിന് നന്ദി പറയുകയും ധൈര്യമാർജിക്കുകയും ചെയ്തു. ഞങ്ങൾ റോമയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പടയാളിയുടെ കാവലോട് ഇഷ്ടമുള്ളിടത്ത് താമസിക്കാൻ പൗലോസിന് അനുവാദം ലഭിച്ചു. യഹൂദരോട് പ്രസംഗിക്കുന്നു. 3 ദിവസം കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന യഹൂദ നേതാക്കന്മാരെ അവൻ വിളിച്ചുകൂട്ടി. അവർ സമ്മേളിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു, സഹോദരരെ, ജനത്തിനോ നമ്മുടെ പിതാക്കന്മാരുടെയോ ആചാരങ്ങൾക്കോ എതിരായി ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ജെറുസലേമിൽ വെച്ച് തടവുകാരനായി റോമാക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അവർ വിചാരണ ചെയ്തപ്പോൾ മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമൊന്നും കാണായികയാൽ എന്നെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു. യഹൂദർ എതിർത്തത് മൂലം എന്റെ ജനതയ്ക്കെതിരെ ഒന്നും ആരോപിക്കാനില്ലെങ്കിലും സീസറിന്റെ സമക്ഷം ഉപരിവിചാരണ ആവശ്യപ്പെടാൻ ഞാൻ നിർബന്ധിതരായി. ഇക്കാരണത്തിലാണ് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചുകൂട്ടിയത്. എന്നാൽ ഇസ്രായേലിന്റെ പ്രത്യാശയെ പ്രതിയാണ് ഞാൻ ഈ ചങ്ങലകളാൽ ബന്ധിതനായിരിക്കുന്നത്. അവർ അവനോട് പറഞ്ഞു, നിന്നെക്കുറിച്ച് യൂദായിൽ നിന്ന് ഞങ്ങൾക്ക് കത്തൊന്നും ലഭിച്ചിട്ടില്ല. ഇവിടെ വന്ന സഹോദരരാരും നിനക്കെതിരായി വിവരം തരികയോ ദോഷകരമായി ഒന്നും സംസാരിക്കുകയോ ചെയ്തിട്ടുമില്ല. നീ വിചാരിക്കുന്നത് എന്തെന്ന് നിന്നിൽ നിന്ന് എന്നെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് ഞങ്ങൾക്കറിയാം. ഈ മതപക്ഷത്തെ എല്ലായിടത്തും എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അവർ അവനുമായി പറഞ്ഞുറപ്പിച്ച ദിവസം നിരവധി ആളുകൾ അവന്റെ വാസസ്ഥലത്ത് വന്നു. അവൻ രാവിലെ മുതൽ സന്ധ്യ വരെ അവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിൽ നിന്ന് യേശുവിനെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി അവരോട് വിശദീകരിച്ചു. അവൻ പറഞ്ഞത് ചിലർക്ക് ബോധ്യമായി, മറ്റു ചിലർക്ക് വിശ്വാസമായില്ല. അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഒരു വാക്ക് പറഞ്ഞു. പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകനിലൂടെ നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. നീ പോയി ഈ ജനത്തോട് പറയുക, നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല.
എന്തെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം കഠിനമായിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നത് അസാധ്യം. അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ. ദൈവത്തിന്റെ ഈ രക്ഷ ജനതകളുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. അവർ അത് കേൾക്കുകയും ചെയ്യും. അവൻ സ്വന്തം ചെലവിൽ 2 വർഷം മുഴുവൻ താമസിച്ചു. തന്റെ പക്കലേക്ക് വന്നവരെയെല്ലാം അവൻ സ്വാഗതം ചെയ്തിരുന്നു. അവൻ ദൈവരാജ്യം പ്രഘോഷിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പൂർണ്ണ ധൈര്യത്തോടെ നിർബാധം പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വെളിപാട് അധ്യായം 9. 5-ാമത്തെ കാഹളം. 5-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീഴുന്ന ഒരു നക്ഷത്രം ഞാൻ കണ്ടു. പാതാള ഗർത്തത്തിന്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു. അത് പാതാള ഗർത്തം തുറന്നു. ഗർത്തത്തിൽ നിന്ന് വലിയ തീച്ചുളയിൽ നിന്ന് എന്ന പോലെ പുക ഉയർന്നു. ഗർത്തത്തിൽ നിന്നുള്ള പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി. ആ പുകയിൽ നിന്ന് വെട്ടുക്കിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നു. ഭൂമിയിലെ തേളുകളുടേതുപോലുള്ള ശക്തി അവയ്ക്ക് നൽകപ്പെട്ടു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ അല്ലാതെ ഭൂമിയിലെ പുല്ലിനെയോ പച്ചച്ചെടികളെയോ വൃക്ഷങ്ങളെയോ ഉപദ്രവിക്കരുതെന്ന് അവയോട് നിർദ്ദേശിക്കപ്പെട്ടു. അവരെ കൊല്ലാനല്ല, 5 മാസം പീഡിപ്പിച്ച് ഞെരുക്കാനാണ് അവയ്ക്ക് അനുവാദം നൽകപ്പെട്ടത്. അവരുടെ പീഡനമാകട്ടെ തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള പീഡനം പോലെയാണ്. ആ നാളുകളിൽ മനുഷ്യർ മരണത്തെ തേടും, പക്ഷേ കണ്ടെത്തുകയില്ല. അവർ മരിക്കാൻ ആഗ്രഹിക്കും, എന്നാൽ മരണം അവരിൽ നിന്ന് ഓടിയകലും. വെട്ടുക്കിളികൾ പടക്കോ പണിഞ്ഞ കുതിരകൾക്ക് സദൃശ്യമായിരുന്നു. അവയുടെ തലയിൽ സ്വർണ്ണക്കിരീടം പോലെ എന്തോ ഒന്ന്. അവയുടെ മുഖം മനുഷ്യമുഖം പോലെയും. അവയ്ക്ക് സ്ത്രീകളുടേതുപോലെ തലമുടി ഉണ്ടായിരുന്നു. അവയുടെ പല്ലുകൾ സിംഹങ്ങളുടേതുപോലെയായിരുന്നു. അവയ്ക്ക് ഇരുമ്പ് കവചങ്ങൾ പോലുള്ള ശൽക്കങ്ങൾ ഉണ്ടായിരുന്നു. അവയുടെ ചിറകുകളുടെ ശബ്ദം പോർക്കളത്തിലേക്ക് പായുന്ന അനേകം അശ്വരഥങ്ങളുടെ ശബ്ദം പോലെയായും. അവയ്ക്ക് തേളുകളുടേതുപോലെ വാലും വിഷമുള്ളും ഉണ്ടായിരുന്നു. ഈ വാലുകളിൽ 5 മാസത്തേക്ക് മനുഷ്യരെ പീഡിപ്പിക്കാൻ പോകുന്ന ശക്തിയും. പാതാളത്തിന്റെ ദൂതനാണ് അവയുടെ രാജാവ്. അവന്റെ പേര് ഹെബ്രായ ഭാഷയിൽ അബദോൻ, ഗ്രീക്ക് ഭാഷയിൽ അപ്പോളിയോൻ. 1-ാമത്തെ ദുരിതം കടന്നുപോയി. ഇതാ ഇവയ്ക്ക് ശേഷം 2 ദുരിതങ്ങൾ കൂടി വരുന്നു. 6-ാമത്തെ കാഹളം. 6-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ദൈവസന്നിധിയിലുള്ള സുവർണ ബലിപീഠത്തിന്റെ 4 കൊമ്പുകളിൽ നിന്നും ഒരു സ്വരം ഞാൻ കേട്ടു. അത് കാഹളം വഹിക്കുന്ന 6-ാമത്തെ ദൂതനോട് പറഞ്ഞു, യൂഫ്രട്ടീസ് വൻനദിയുടെ കരയിൽ ബന്ധിതരായി കഴിയുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. മനുഷ്യരിൽ 1/3 ഭാഗത്തെ കൊന്നൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മണിക്കൂറിനും ദിവസത്തിനും മാസത്തിനും വർഷത്തിനും വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്ന ആ 4 ദൂതന്മാരും വിമോചിതരായി. ഞാൻ കുതിരപ്പടയുടെ എണ്ണം കേട്ടു. 10,000ങ്ങളുടെ 20,000 മടങ്ങ്. ഞാൻ ദർശനത്തിൽ കുതിരകളെയും അവയുടെ പുറത്തിരുന്നവരെയും ഇങ്ങനെ കണ്ടു. അവർക്ക് തീയുടെയും ഇന്ദ്രനീലക്കല്ലിന്റെയും ഗന്ധകത്തിന്റെയും നിറമുള്ള കവചങ്ങൾ. കുതിരകളുടെ തലകൾ സിംഹങ്ങളുടെ തല പോലെ. അവയുടെ വായിൽ നിന്നും തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടിരുന്നു. അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 മഹാമാരികൾ മൂലം മനുഷ്യരിൽ 1/3 ഭാഗം കൊല്ലപ്പെട്ടു. എന്തെന്നാൽ ആ കുതിരകളുടെ ശക്തി വായിലും വാലിലുമാണ്. അവയുടെ വാലുകൾ സർപ്പങ്ങളെപ്പോലെ തലയുള്ളവയാണ്. തലകൾ കൊണ്ട് അവ ഉപദ്രവിക്കുന്നു. ഈ മഹാമാരികൾ മൂലം മനുഷ്യരിൽ കൊല്ലപ്പെടാതെ അവശേഷിച്ചവർ പിശാചുക്കളെയും സ്വർണം, വെള്ളി, പിത്തള, കല്ല്, തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവല്ലാത്തതുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കാതിരിക്കാൻ തങ്ങളുടെ കരവേലകളിൽ നിന്ന് മനസ്സ് തിരിഞ്ഞില്ല. തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയിൽ നിന്ന് അവർ മനസ്സ് തിരിഞ്ഞില്ല. ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ ബന്ധനങ്ങളിലും സുവിശേഷം തളയ്ക്കപ്പെടുന്നില്ലെന്ന പൗലോസിന്റെ മാതൃക ഉൾക്കൊള്ളുന്നതും മാനസാന്തരത്തിലൂടെ ദൈവത്തിന്റെ കരുണ തേടാനും ഈ അധ്യായങ്ങൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം.